ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയമായ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ശിവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അടുക്കളയിൽ ഈ ഒരു കാര്യം ഒഴിവാക്കിയാൽ സമ്പത്ത് കുമിഞ്ഞുകൂടും. ഇപ്പം ചിലർ വിചാരിക്കും അടുക്കളയിൽ ഇപ്പോൾ ഒരു കാര്യം ഒഴിവാക്കിയാൽ എങ്ങനെയാണ് സമ്പത്ത് കുമിഞ്ഞു കൂടുന്നത്? നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, ഇപ്പോൾ അറിയാം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. ഇല്ല, നല്ല കാര്യമാണ്, ലളിതമായ കാര്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഒന്ന് ചെയ്തു നോക്കുക, ആ ഒരു കാര്യം ഒന്ന് ഒഴിവാക്കി നോക്കുക, സമ്പത്ത് വരികയില്ലയോ എന്നറിയാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് മിസ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ കാണണം. നിങ്ങളിത് ആർക്കും ഷെയർ ചെയ്യണ്ട. നിങ്ങൾ കാണുക, നിങ്ങൾക്കത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക, നിങ്ങൾ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുക. ആവശ്യമുള്ളവർ കണ്ടോളൂ, അങ്ങോട്ട് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കണ്ട. കാരണം നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്താലും ചിലപ്പോൾ ആരും കണ്ടെന്ന് വരത്തില്ല, അതിനൊരു വില കാണത്തില്ല, ഒരു പുച്ഛമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈശ്വരാധീനമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, അത്രയും മതി. അപ്പോൾ ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി ആണ് കൺസൾട്ടിങ്. ഹസ്തരേഖ, സംഖ്യാ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. അത് കേട്ടിട്ട് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയാതെ കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല വഴിപാടുകൾ, ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ, സ്വയം ചെയ്യാവുന്ന ലളിതമായ പ്രാർത്ഥനകൾ, ശരനൂൽ രഹസ്യം, ശിവവിദ്യ, അത് ഞാൻ പറയുന്ന ആരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള നല്ല പ്രാർത്ഥനകളാണ്, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ്. അത് ശാസ്ത്രത്തിലുള്ള ചില വിദ്യകൾ, അത് ശിവൻ്റെ വിദ്യകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കുക. മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് തരും, ധൃതി വെച്ചൊരു കാര്യമില്ല. ആ ഡേറ്റിനായിരിക്കും വേണ്ട കാര്യങ്ങൾ നോക്കി പറഞ്ഞു തരുന്നത്. ഞാൻ ഫ്രീ ആകാറില്ല, അതുകൊണ്ടാണ് മുൻഗണനാക്രമത്തിൽ ഡേറ്റ് തരുന്നത്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഭഗവാൻ ശിവഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ ഇതെല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് മുഴുവൻ കാണണം കേട്ടോ, ഒന്നും മിസ് ചെയ്യരുത്. കാരണം ഇതിൻ്റെ അകത്ത് ഓരോ വാക്കും വരിയും ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യമാണ്. ഇത് വേറെ ആരും ഇതുപോലെ പറഞ്ഞും തരത്തില്ല, കേൾക്കുമ്പോൾ മനസ്സിലാവും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് വരികയാണ്. അപ്പം വിശദമായിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകുന്ന കാര്യമാണ്. അടുക്കളയിൽ ഈ ഒരു കാര്യം ഒഴിവാക്കിയാൽ, അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ വീട്ടമ്മമാർ രാവിലെ അടുക്കളയിലോട്ട് കയറിയാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ശ്വാസം ഒരു പ്രത്യേക രീതിയിൽ എടുക്കുകയും വിടുകയും ചെയ്താൽ ഒരു 5 തവണയോ ഒരു 3 തവണയൊക്കെ ചെയ്താൽ മതി. പ്രത്യേക രീതിയിൽ എടുക്കുകയും വിടുകയും ചെയ്താൽ അവർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരുമെന്ന് മാത്രമല്ല, അവർക്ക് കുടുംബൈക്യം ഉണ്ടാകും, സാമ്പത്തികം വരും, വരുമാനമാർഗം വരും, സന്തോഷം വരും, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. അപ്പോൾ ശാസ്ത്രത്തിലുള്ള ഒരു വിദ്യ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ലക്ഷങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കിട്ടത്തില്ല. ഞാൻ പറയുന്ന പല ശാസ്ത്രവിദ്യകളും ചെയ്തവർക്കൊക്കെ അനുഭവമാണ്. പുസ്തകത്തിൽ നോക്കിയാൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു പുസ്തകം മേടിച്ച് ശാസ്ത്രവിദ്യയുടെ ശരനൂല് ചെയ്ത് നോക്കുക, എത്ര ഫലിക്കുമെന്നറിയാം. ഞാൻ പറയുന്നതെല്ലാം ചെയ്തവർക്ക് അനുഭവമാണ്. നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക. അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒഴിവാക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം, എന്നിട്ട് ആ ശാസ്ത്രരഹസ്യം പറഞ്ഞുതരാം. വീട്ടമ്മമാർ ആദ്യം അടുക്കള കയറിയാൽ ചെയ്യേണ്ട ഈ ഒരു ശ്വാസം, ഈ പറയുന്ന രീതിയിൽ ശ്വാസം ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ഒരു ദിവസം തുടങ്ങുക. ഇത് ഞാൻ വീട്ടമ്മമാർക്ക് പറഞ്ഞുതരാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എനിക്ക് ലോകത്തിൽ ഏറ്റവും ഞാൻ ലോകത്തിൽ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ഇത് അച്ഛൻ, അമ്മയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഗുരു, മഹാഗുരു അഗസ്ത്യർ, അത് ഈശ്വരൻ തന്നെയാണ്, ശിവൻ തന്നെയാണ്. പിന്നെ ദേവാദിദേവൻ മഹാദേവൻ, പാർവതി ദേവി, ഇവരാണ് എൻ്റെ പ്രപഞ്ചം. അപ്പം അതുകൊണ്ട് തന്നെ ഈ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോഴെപ്പോഴും ഞാൻ ഈ ഹസ്തരേഖയും സംഖ്യാജ്യോതിഷമൊക്കെ
ഗ്രഹനിലയൊക്കെ നോക്കി കൊടുക്കുമ്പോൾ ഈ അമ്മമാർ പലപ്പോഴും അവർക്ക് വേണ്ടിയല്ല നോക്കുന്നത്. ആദ്യമൊന്നല്ല, ആദ്യമാണെങ്കിലും ചിലപ്പോഴേ അവർ നോക്കത്തുള്ളൂ, ചിലപ്പോൾ അവർക്ക് നോക്കുകയും ചെയ്യാം. പക്ഷെ ആദ്യം നോക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. മക്കളുടെ ഉയർച്ച, അല്ലെങ്കിൽ മക്കളുടെ നല്ല സ്വഭാവം, അല്ലെങ്കിൽ മക്കൾക്ക് പുതിയ ജോലി, ഇതൊക്കെ അവർ നോക്കുന്നത്. അത് അമ്മമാരെ അങ്ങനെ ചെയ്യത്തുള്ളൂ. വേറെ ആർക്കും ഈ ലോകത്തെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് എപ്പോഴും മക്കളെക്കുറിച്ചാണ് ചിന്ത, അല്ലെ ഭർത്താവിനെ കുറിച്ച്. ഒന്നും ഭർത്താവിൻ്റെ കാര്യം അല്ലെ മക്കളുടെ കാര്യം ഇവരെപ്പോഴും നോക്കുന്നത്. അമ്മമാർ അവരുടെ കാര്യം പിന്നീട് അവർ നോക്കത്തുള്ളൂ, അല്ലെ പറയത്തുള്ളൂ. അതെന്താണെന്നറിയോ? അത് അമ്മമാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ടാണ് അമ്മ ആദ്യ ഗുരു എന്ന് പറയുന്നതിൻ്റെ കാര്യം. അമ്മയാണ് ആദ്യ ഗുരു. അമ്മ സംസാരിക്കുന്ന കേട്ടാണ് ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നത്. കാരണം അമ്മയായിട്ടാണ് കുട്ടി കൂടുതൽ സഹകരിക്കുന്നത്. അമ്മയാണ് ആദ്യ ഗുരു. ഗുരു ഈശ്വരൻ തന്നെയാണ്. അതുപോലെ അച്ഛനും പ്രാധാന്യമുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞ്. പക്ഷേ അമ്മമാരുടെ ഒരു പ്രത്യേകത, അവർ വളരെ ജീവിതത്തിൽ ത്യാഗം ചെയ്യുന്നവരാണ്. അപ്പോൾ എൻ്റെ ഈ വാട്സപ്പിൽ നോക്കുന്ന ഏകദേശം 90% അമ്മമാരും ആദ്യം പറയുന്ന അവരുടെ കാര്യമല്ല, മക്കളുടെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും. മക്കൾക്കും ഭർത്താവിനും ഒക്കെ ഉയർച്ച ഉണ്ടാകണം, അതേ ഉള്ളൂ അവരുടെ ചിന്ത. അവരുടെ കാര്യം അവർ പറയത്തേ ഇല്ല. അങ്ങനെ ഇതിന് അവസാനം വല്ലതും നോക്കിയാലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മമാരോട് വലിയ ബഹുമാനവും സ്നേഹവുമാണ്. അത് അമ്മമാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അമ്മമാർക്ക് ഞാൻ ഈ ശാസ്ത്രവിദ്യ പറഞ്ഞു തരുന്നത്. ഇത് ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല ഞാനീ പറയാൻ പോകുന്ന ശാസ്ത്രവിദ്യ. അമ്മമാരുടെ ജീവിതം ഇന്നു മുതൽ, ഇത് അമ്മമാർക്കും ചെയ്യാം അച്ഛന്മാർക്കും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പം അമ്മമാർ അടുക്കളയിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. പുരുഷന്മാർക്കും ചെയ്യാൻ അത് തെറ്റൊന്നുമില്ല. അപ്പം അമ്മമാർക്ക് ഈ പറയുന്ന ശാസ്ത്രവിദ്യ ചെയ്യുന്ന അന്നു മുതൽ അവരുടെ ജീവിതം മാറാൻ തുടങ്ങും. 100% എനിക്ക് ഉറപ്പാണ്. ദിവസവും ചെയ്യാം. അത് ഞാൻ പറയുന്നു, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ഇത്രയുമൊക്കെ സ്നേഹത്തിൽ അമ്മമാർ, എനിക്ക് അത് ഓർക്കുമ്പോഴേ ചിലപ്പം വിഷമം തോന്നുന്നു. മിക്കവാറും എൻ്റെ മോൻ്റെ കാര്യം, എൻ്റെ മോളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞാണ് നോക്കുന്നത്. അപ്പം നമ്മളറിയാവുന്ന നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ചിലർ അവർക്ക് നല്ല ജോലി കിട്ടും, രക്ഷപ്പെടും. പക്ഷേ ചില അമ്മമാർ പറയാം, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം ചിലപ്പോൾ അമ്മമാരറിയാതെ തന്നെ, അമ്മയും അച്ഛനും ഒക്കെ അറിയാതെ തന്നെ ആരെങ്കിലും ഒരാൾ ഇത്തവാന്ന് പറയും, അവൻ്റെ പുറകെ പോകും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നല്ലതാണെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ പോയ പോലെ തന്നെ പോയക്കാട്ടി സ്പീഡിൽ തിരിച്ചു വരും, ചിലപ്പോൾ ദുരിതമായിരിക്കും. അപ്പോൾ ആ അമ്മമാർക്ക് ഉണ്ടാകുന്ന ആ ഒരു വിഷമം ചിലപ്പോൾ എന്നോട് പറയാറുണ്ട്. അപ്പോൾ ഈ ഇത്രയും മക്കൾക്കും ഭർത്താവിനും വേണ്ടി ജീവിക്കുന്ന ആ ഒരു അമ്മമാരുടെ മനസ്സ് പലപ്പോഴും ആരും മനസ്സിലാക്കാറില്ല. അത് ഈശ്വരൻ തന്നെയാണ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ആ ശാസ്ത്രരഹസ്യം പറയുകയാണ്. പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം, അല്ലെ ആദ്യം ശാസ്ത്രരഹസ്യം എന്ന് പറഞ്ഞേക്കാം. പറഞ്ഞിട്ട് ഞാൻ ആ വീട്ടിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യം പറയാം, അടുക്കളയിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യം പറയാം. അപ്പോൾ അമ്മമാർ രാവിലെ അടുക്കളയിലേക്ക് കയറുന്നു. അപ്പം കുളിക്കുകയാണ് നല്ലത്. ചിലർക്ക് ചിലപ്പം കുളിക്കാൻ പറ്റത്തില്ല, അല്ലെ കൈയും കാലും മുഖം കഴുകുക. കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും കൈയും കാലും മുഖം കഴുകണം. ഇതൊരു രഹസ്യവിദ്യ. ഇത് ആർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട, നിങ്ങൾ ആർക്കും ഷെയറും ചെയ്യണ്ട. അറിയുന്നവരറിഞ്ഞാൽ മതി, അല്ലാത്തവരറിയണ്ടെന്നേ. എന്തിനാ അറിയുന്നത്? ആവശ്യമുള്ളവരറിഞ്ഞാൽ മതി. ഇത് നിങ്ങൾ ചെയ്യുക, മനസ്സിലായല്ലോ? രാവിലെ അടുക്കളയിൽ കയറി കുളിക്കുന്നവർക്ക് കുളിക്കാം, അല്ലാത്തവർക്ക് കുളിക്കേണ്ട. കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും കൈയും കാലും മുഖവും നനയ്ക്കുക. എന്നിട്ട് മിണ്ടാതുരിയാടാതെ ഒന്നും സംസാരിക്കണ്ട. അടുക്കളയിൽ നിന്ന് പടിഞ്ഞാട്ട് നിന്നും ആദ്യം ചെറു ശ്വാസം. നമ്മളെല്ലാം ചെറിയ ശ്വാസത്തിലാണ് ജീവിക്കുന്നത്, മുറിശ്വാസത്തിലാണ്. ചെറു ശ്വാസത്തിലാണ് നിരീക്ഷിച്ചാൽ നമ്മൾ കൈവച്ച് നോക്കിയാൽ അറിയാം. ചെറിയ ശ്വാസമാണ് നമ്മളെപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ചെറുശ്വാസമാണ് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടുള്ളത്. അത് തന്നെയാണ് പ്രകൃതിയാലുള്ള ശ്വാസം. അത് തന്നെയാണ് നമുക്ക് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം. ആ ശ്വാസം തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ ആ ചെറു ശ്വാസത്തിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ണ് തുറന്ന് തന്നെ മനസ്സിൽ ക്ലെയിം എന്ന് ജപിച്ചുകൊണ്ട് ശ്വാസം എടുക്കുക വിടുക, ശ്വാസം എടുക്കുക വിടുക. അപ്പോൾ അത് ആ സ്വാഭാവിക ശ്വാസം, അത് ശ്വാസം എടുക്കുക വിടുക എന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ എടുക്കുന്ന ആ സ്പീഡില്ലേ, അതേ സ്പീഡിൽ തന്നെ നമ്മളത് സാധാരണ അതേ കൂട്ടുകയോ കുറയ്ക്കാനോ ഒന്നും പോകണ്ട. നമ്മളിപ്പോൾ ശ്വാസം ഇങ്ങനെ എടുക്കുന്നില്ല, ആ താളത്തിൽ തന്നെ എടുക്കുക വിടുക, എടുക്കുക വിടുക. എന്നിട്ട് നമ്മളത് സാധാരണ ശ്വാസം എടുക്കുന്ന ആ താളത്തിൽ തന്നെ എടുക്കുക വിടുക, എടുക്കുക വിടുക. ക്ലെയിമെന്ന് മനസ്സ് ജപിക്കുക, ക്ലെയിമെന്ന് ജപിച്ച് വിടുക. എന്നിട്ട് അങ്ങനെ ഒരു 3, 4, 5 ശ്വാസം ചെയ്യുക. ചെയ്ത ശേഷം ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം എടുത്ത് ദീർഘമായിട്ട് വിടുക. ക്ലെയിമെന്ന് മനസ്സിൽ ജപിക്കണം, എടുക്കുമ്പോഴും വിടുമ്പോഴും. ക്ലെയിമെന്ന് ജപിക്കുക, ക്ലെയിമെന്ന് ജപിച്ച് വിടുക. ദീർഘമായിട്ട് ശ്വാസം എടുക്കുക, ദീർഘമായിട്ട് വിടുക.
അപ്പോഴും എടുക്കുമ്പോഴും വിടുമ്പോഴും മനസ്സിൽ ക്ലെയിം എന്നാണ് ജപിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അതൊരു 3 തവണ ചെയ്യുക. എന്നിട്ട് വീണ്ടും ചെറുശ്വാസം ക്ലെയിം 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 എടുക്കുകയും വിടുകയും ചെറുശ്വാസം ചെയ്യുക. മനസ്സിൽ ക്ലെയിം എന്ന് ജപിച്ച് ഇതൊരു 5 തവണ ചെയ്യുക. ആദ്യം ഒരു ചെറുശ്വാസം 5 തവണ. ശ്വാസം എടുത്ത് പിടിക്കേണ്ട കാര്യമില്ല. ഇത് ചെയ്യുമ്പോൾ എടുക്കുകയും വിടുകയും ചെയ്താൽ മതി. സാധാരണ പോലെ നിങ്ങൾ ബലം പിടിച്ചോ ഒന്നും ചെയ്യേണ്ട. നമ്മൾ സാധാരണ ശ്വസിക്കുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ആദ്യം ചെറുശ്വാസം, പിന്നെ ദീർഘശ്വാസം. ഇത് ചെറുശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ക്ലെയിം എന്ന് മനസ്സിൽ ജപിക്കണം. ദീർഘശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ക്ലെയിം എന്ന് ജപിക്കണം. പിന്നെ ചെറുശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു 5 തവണ ചെറുശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം. ക്ലെയിം എന്ന് ജപിച്ചുകൊണ്ട് എടുക്കുക വിടുക. പിന്നെ ഒരു 3 തവണ ദീർഘശ്വാസം എടുത്ത് ദീർഘശ്വാസം വിടുക. ഒരു തവണ എന്ന് പറയുന്നത് ശ്വാസം എടുത്തിട്ട് വിടുന്നതിനെയാണ് ഒരു തവണ എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ എടുക്കുന്നതിനെ മതി, എടുത്തിട്ട് വിടുന്നതിനെയാണ് ഒരു തവണ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു 3 തവണ ദീർഘശ്വാസം എടുക്കുക, ദീർഘശ്വാസം വിടുക, ക്ലെയിം എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട്. പിന്നെ ഒരു 5 തവണ അവസാനം ചെറുശ്വാസം എടുക്കുക, ക്ലെയിം എന്ന് ജപിച്ച് വിടുക, എടുക്കുക. ഇത് രാവിലെ മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഇത് ആ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ, മനസ്സിൽ നിഷ്കളങ്കമായ മനസ്സോടെ, മനസ്സിൽ യാതൊരു സംശയമില്ലാതെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ദിവസവും ചെയ്യുക. അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് അപാരമായ ഒരു ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. സമ്പത്തും സമാധാനവും സന്തോഷവും പുതിയ വരുമാന മാർഗങ്ങളും ഐക്യവും എല്ലാം ഉണ്ടായി വരും. ഇത് ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടാത്ത കാര്യമാണ്. ഇതെല്ലാം അമ്മമാരും രാവിലെ ചെയ്യുക. അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി. സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് ഒരു ബലം പിടിച്ചൊന്നും ചെയ്യേണ്ട. സാധാരണ പോലെ ചെയ്താൽ മതി. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ. ഇതിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഇതെല്ലാ ദിവസം രാവിലെ ഈ പറഞ്ഞ് ചെയ്തിട്ട് നിങ്ങൾ അടുക്കളയിലെ ജോലി ആരംഭിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് പുരുഷന്മാർക്കും ചെയ്യാം. അങ്ങനെ ഒരു ദിവസം ആരംഭിക്കാം. നല്ലത് തന്നെയാണ്. ഞാനിപ്പം അമ്മമാർക്ക് കൂടുതൽ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞതിൽ പുരുഷനും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം അമ്മമാരും ചെയ്യുക. അന്നോട്ട് അവരുടെ ജീവിതം മാറാൻ തുടങ്ങും. ദിവസവും ചെയ്യുക. ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നും ബാധകമല്ല കേട്ടോ. ഇത് ചെയ്തിട്ട് ഒരു ദിവസം ആരംഭിക്കുക. ഇതൊരു രഹസ്യവിദ്യ. ഇത് ആർക്കും പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾ ചെയ്യുക. ആവശ്യമുള്ളവർ കണ്ടുപിടിച്ചോളൂ, അല്ലാത്തവർ കണ്ടുപിടിക്കണ്ട. പറഞ്ഞാൽ മനസ്സിലായത്? വിധിയുള്ളവർ, കർമ്മമുള്ളവർ, ഈശ്വരാനുഗ്രഹമുള്ളവർ, ഈ ശിവഭഗവാൻ തീരുമാനിക്കുന്നവർ കണ്ടോളും, അല്ലാത്തവർ അറിയണ്ട. പറഞ്ഞാൽ മനസ്സിലായത്? കാരണം ഇതൊന്നും അങ്ങനെ കിട്ടുന്ന കാര്യമല്ല. ഇതൊന്നും കിട്ടത്തേ ഇല്ല. ലക്ഷങ്ങൾ കൊടുത്താൽ പോലും, ജന്മങ്ങൾ താമസിരുന്നാൽ പോലും കിട്ടാത്ത ശാസ്ത്രകൃഷിയാണ് പറഞ്ഞത്. അതിൻ്റെ വില നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കുറേ നാൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വില മനസ്സിലാവും. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കേട്ടോ. കാരണം ഈ അമ്മമാർ ഒരുപാട് ജീവിത ത്യാഗങ്ങൾ സഹിക്കുന്നവരാണ്. മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി. അപ്പോൾ അവർ കുറച്ച് സന്തോഷിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഐശ്വര്യങ്ങൾ വരട്ടെ എന്ന് കരുതി ഞാനല്ല ഇത് ശിവഭഗവാനായിട്ട് പറയിപ്പിക്കുന്നത്. അല്ലാതെ ഞാനൊരു കാരണം മാത്രമേ ഉള്ളൂ. ഭഗവാനാണ് ഇത് നിങ്ങൾക്ക് തരുന്നതെന്ന് വിചാരിച്ചാൽ മതി. ഞാനൊരു കാരണം. എന്നെ വഴി വെച്ച് കണ്ടാൽ മിണ്ടിയില്ലേ പോലും എനിക്ക് യാതൊരു വിഷമവുമില്ല, സന്തോഷമുള്ളൂ. മിണ്ടിയാലും സന്തോഷം, മിണ്ടിയില്ലേലും സന്തോഷം. ഞാൻ ഇന്ന് ഒരു വഴി വെച്ചൊരു സ്ത്രീയെ കണ്ടു. അവരും ഭർത്താവുമായിട്ട് പോകുന്നു. അപ്പോൾ അവരെന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് മിണ്ടിയില്ലേലും വളരെ സന്തോഷമാണ്. മിണ്ടിയില്ലേലും ഭയങ്കര സന്തോഷമാണ്, മിണ്ടിയാലും സന്തോഷമാണ്. എങ്ങനെയാണ് എനിക്ക് അന്നെ ഒന്നും ബാധിക്കത്തില്ല. നമ്മൾ ഭഗവാനിൽ ലയിച്ച് ഇരിക്കുന്നത്. പക്ഷേ എങ്കിലും ഞാനൊരു പഴയ ഒരു കാലം മനസ്സിലോർത്തു. ആ സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്നു എൻ്റെ മുന്നിൽ ഇരുന്ന് കരയുക. അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. ഭർത്താവുമായിട്ട് എന്തോ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഭർത്താവിന് വേറെ ഏതാണ്ട് ബന്ധമുണ്ടെന്നൊക്കെ അവർ പറയുന്നു. അവരെ വേണ്ടെന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ നോക്കുന്നത് ഇതിനെക്കാട്ടിലും എത്രയോ വലിയ പ്രശ്നങ്ങളാണ് നോക്കി പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഒരു സംഭവമൊന്നും അല്ല. ഞാൻ ചില ക്ഷേത്രത്തിലേക്കുള്ള വഴിപാട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഈ ഭർത്താവ് ഇവർ പഴയ പോലെ സ്നേഹത്തിലായി. ഇപ്പം ഭയങ്കര സ്നേഹത്തിലൊക്കെയാണ്. പക്ഷേ എന്നെ അറിയത്തില്ല. അതെനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഇതൊന്നും ആഗ്രഹിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്നെ ഇപ്പം അറിഞ്ഞാലും അറിഞ്ഞില്ലേലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം നമ്മൾ ആ ശിവനെ ലയിച്ചിരിക്കുന്നത്. ഞാൻ പറയുമായിരുന്നു, ഇതെല്ലാം ഭഗവാനാണ് എല്ലാം കൊടുക്കുന്നത്, അല്ല ഞാൻ ഇതിൻ്റെ അകത്ത് ആരുമല്ല. എന്നെ നിങ്ങൾ വഴിവെച്ച് കണ്ടാൽ പോലും മിണ്ടിയില്ലേ പോലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. പറഞ്ഞ മനസ്സിലായി. ഞാൻ ഒന്നിനും വേണ്ടിയല്ല ചെയ്യുന്നത്. ഈയിടെ എന്നെ
യോഗയുടെ ഒരാൾ പറഞ്ഞു നമുക്ക് കൂട്ടായ്മകൾ സംഘടിപ്പിച്ചാലോ. എനിക്ക് കൂട്ടായ്മയുടെ ആവശ്യമില്ല, ഞാൻ ആ ഭൂമധ്യത്തിൽ ഭഗവാനെ ലയിച്ചിരിക്കുന്ന വ്യക്തിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മയോടെയോ ആളുകളെ സംഘടിപ്പിക്കേണ്ട കാര്യമോ ഒന്നും എനിക്കില്ല. നമ്മൾ ശിവനിൽ നിന്ന് വന്ന് ശിവനിലേക്ക് തന്നെ പോകും, അല്ലാതെ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. അറിയാവുന്ന നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നു, ആവശ്യമുള്ളവർ ചെയ്യാം. അപ്പോൾ അടുക്കളയുടെ തെക്ക് ഭിത്തിയിൽ ജനലോ വാതിലോ ഉണ്ടെങ്കിൽ അത് കഴിവതും അടച്ചിടുക, പറ്റുന്ന പോലെ ചെയ്യുക. അപ്പോൾ അടുക്കളയുടെ തെക്ക് ഭിത്തിയിൽ ജനലോ കതവോ ഉണ്ടെങ്കിൽ അത് പറ്റുന്ന പോലെ അടച്ചിടുക. കാരണം അതുവഴി വായു സഞ്ചാരം കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഭിത്തി പൊളിച്ച് ജനൽ മാറ്റണമെന്നോ കതക് മാറ്റണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ അടുക്കളയുടെ തെക്ക് ഭിത്തിയിൽ ജനലോ വാതിലോ ഉണ്ടെങ്കിൽ പറ്റുന്ന പോലെ നിങ്ങളത് കൂടുതൽ സമയം അടച്ചിടാൻ ശ്രമിക്കുക. ആവശ്യത്തിന് തുറന്നിടാം, നമുക്ക് കാറ്റും വെളിച്ചമൊക്കെ കിട്ടണം, ആവശ്യത്തിന് തുറന്നിടാം. അല്ലാത്ത സമയം പറ്റുന്ന പോലെ നിങ്ങളൊന്ന് അടച്ചിട്ട് നോക്കുക. അല്ലെങ്കിൽ ഇപ്പം ജനലാണെങ്കിൽ ആ ജനൽ പരമാവധി കൂടുതൽ അടച്ചിടാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെ കൂടെ പറ്റുന്ന പോലെ ചെയ്യാതാൽ മതി, നിങ്ങൾക്ക് പറ്റുന്ന രീതി ചെയ്താൽ മതി. ജനൽ അടച്ചിട്ടിട്ട് മണ്ടയ്ക്ക് വെന്റിലേഷൻ കൊടുത്താലും കുഴപ്പമില്ല. ഇനി കതകാണേലും കൂടുതൽ സമയം അടച്ചിട്ടിട്ട് മണ്ടയ്ക്ക് വെന്റിലേഷൻ കൊടുത്താലും കുഴപ്പമില്ല. ഇനി അതല്ല, നിങ്ങൾക്കിപ്പോൾ അതിനുള്ള സാഹചര്യമില്ല എങ്കിൽ ജനലോ കതകോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറ്റുന്ന പോലെ കൂടുതൽ സമയം അടച്ചിടാൻ ശ്രമിക്കുക. ആവശ്യമുള്ള സമയം തുറന്നിടുക, അല്ലാത്ത സമയം അടച്ചിടാൻ ശ്രമിക്കുക. ഇതിലൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഈ നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരും, സാമ്പത്തികം കൂടി വരും. ഇത് അനുഭവത്തിൽ വന്ന കാര്യമാണ്. ഇതാണ് അടുക്കളയിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട തെക്ക് ഭാഗത്തെ ഭിത്തിക്കുള്ള വായു സഞ്ചാരം. അത് ഒഴിവാക്കിയാൽ, ആ ഒരു കാര്യം ഒഴിവാക്കിയാൽ, പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഭാഗികമായിട്ടെങ്കിലും നിങ്ങളെ പറ്റുന്ന രീതിയിൽ അതൊന്ന് കുറച്ച് നിയന്ത്രിച്ചു നോക്കുക. സാമ്പത്തികം കുന്നുകൂടി അല്ലെ കുമിഞ്ഞുകൂടി അല്ലെ സാമ്പത്തികം നിലനിൽക്കുകയും വർദ്ധിച്ചു വരും. ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അടുക്കളയെന്ന് പറഞ്ഞാൽ അടുക്കളയ്ക്കകത്ത് ചില കാര്യമുണ്ട്. സമ്പത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടം കൂടിയാണ് അടുക്കള. അതെന്തുകൊണ്ടാണെന്നറിയാവോ? എല്ലാവരും പറയും അടുക്കള ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയുന്നത്, നമ്മളിപ്പം തെങ്ങിനെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ തെങ്ങിൽ ഓലയുണ്ട്, ആ തെങ്ങിൽ ആനയെ കൊണ്ട് കെട്ടാം, ആനയെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുക, ഇങ്ങനെ പിന്നെ ആനയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞങ്ങ് പോകും. കാര്യമല്ല പറയുന്നത്. ഞാൻ ചിലരും ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള അടുക്കള ഐശ്വര്യത്തിൻ്റെ ആണെന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടി അല്ല പറയുന്നത്. എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോകുന്നു. പണ്ട് ഈ ശിവലിംഗത്തെക്കുറിച്ച് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പോലെ ഇത് എന്തുവാണ് പറയുന്നത് അറിയത്തില്ല, അങ്ങ് പറഞ്ഞങ്ങ് പോകും. എന്നാൽ കാര്യമായിട്ടുള്ള കാര്യമല്ല പറയുന്നത്. ശിവലിംഗം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജമാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ശ്വാസഗതി, ആ പ്രാണാപാനൻ്റെ ചലനമാണ്. അത് ഏകദേശം അർദ്ധവൃത്താകൃതിയിലാണ്. ആ അർദ്ധവൃത്താകൃതി നമ്മളൊരു സാങ്കല്പികമായിട്ടൊരു ബേസ് കൊടുത്താണ് അത് ലിംഗാകൃതിയിലാക്കുന്നത്. ഊർജത്തിന് നിങ്ങളുടെ ഉള്ളിലെ പ്രവാഹമാണ് ശിവലിംഗം. ആ ശിവലിംഗത്തെ കൊണ്ട് ഉദ്ദേശിക്കുക നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തിൻ്റെ ചലനമാണ്. അതാണ് സത്യം. അതിനിപ്പോൾ ശിവൻ അതാണ്, ശിവൻ ഇതാണ്, ഇന്ന പുരാണമുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങ് പോവുക. ശരിക്കുള്ള ശിവലിംഗം എന്നാന്നുള്ളത് അറിഞ്ഞാൽ അവൻ ഈശ്വരനെ അറിയും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഈ ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടം അടുക്കളയാകുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? അടുക്കളയെ വെച്ചാണ് അന്നം പാകം ചെയ്യുന്നത്. അന്നം എന്ന് വെച്ചാൽ ബ്രഹ്മം തന്നെയാണ്. അന്നം ബ്രഹ്മമാണ്. നമ്മൾ അന്നത്തിന് വേണ്ടിയായി കഷ്ടപ്പെടുന്ന മുഴുവൻ. അന്നം ബ്രഹ്മമാണ്. അപ്പോൾ നിങ്ങൾ പറയും ഇപ്പം അന്നമല്ല വേറെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനം, അന്നത്തിന് വേണ്ടിയല്ല കൂടുതലും. ഇപ്പോൾ ആളുകൾ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടിയാണ് അല്ലേ? പക്ഷേ ഒരു ഭക്ഷ്യക്ഷാമം ഒന്ന് അനുഭവപ്പെട്ടു നോക്കട്ടെ. ഒരു കൃഷികളൊക്കെ നാശം വന്നു കഴിയുമ്പം മനുഷ്യൻ ആ ഭക്ഷ്യക്ഷാമത്തിന് ബുദ്ധിമുട്ട് മനസ്സിലാകുക അന്നത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അന്നമായിരിക്കും. പറഞ്ഞു മനസ്സിലായി. അപ്പം കൈ കാശിരുന്നുകൊണ്ട് കാര്യമില്ല, അന്നത്തിന് അന്നം തന്നെ വേണം. അതുകൊണ്ട് കർഷകരെ നമ്മളെപ്പോഴും ബഹുമാനിക്കണം കേട്ടോ. കർഷകരെന്ന് പറഞ്ഞാൽ അവർ എല്ലാവരെയും ഊട്ടുന്നവരാണ്. അവരെ ബഹുമാനിക്കണം. കർഷകരെ ബഹുമാനിക്കാൻ പഠിച്ചാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. അപ്പം നമുക്ക് അന്നം തരുന്നവരാണ്. അല്ലെ എത്ര കൈ പൈസ ഉണ്ടെങ്കിലും അതുകൊണ്ട് ഇരിക്കത്തേ ഉള്ളൂ.
അന്നത്തിന് ദൗർലഭ്യം ഉണ്ടായ പറഞ്ഞ അപ്പോഴേ അതിൻ്റെ വില മനസ്സിലാക്കത്തുള്ളൂ. ആര് ഈ പിന്നെ ഇപ്പോഴുള്ളവരൊക്കെ ഈ കൃഷി സാധാരണ ഈ ജോലി ചെയ്യുന്നവരൊക്കെ വലിയ നിലയിൽ ജോലി ചെയ്യുന്നവരൊക്കെ കൃഷിക്ക് ഇറങ്ങുമല്ലോ. കർഷകൻ ചെയ്യുന്നതുകൊണ്ടല്ലേ ആഹാരം കഴിക്കുന്നത്. അപ്പം അത് അന്നം എന്ന് പറയുന്നത് ആ കർഷകനെ ബഹുമാനിക്കാൻ പഠിക്കണം. അന്നം എന്ന് പറയുന്നത് ബ്രഹ്മവുമാണ്. അപ്പോൾ അന്നം പാകം ചെയ്യുന്ന അടുക്കള വെച്ചാണ്. അതുകൊണ്ടാണ് അടുക്കള ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടമാണെന്ന് പറയുന്നത്. കറക്റ്റ് പോയിൻ്റാണ് പറഞ്ഞിരുന്നത്. കറക്റ്റ് കാര്യമാണ് അറിയേണ്ടത്. അതും ഇതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്നാലാവുന്ന രീതി കറക്റ്റ് കാര്യമാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്നവർക്ക് ഗുണമുണ്ട്. ഞാൻ ഈ ഹസ്തരേഖ പഠിക്കുന്ന സമയത്ത് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഇടത്ത് കൈ? അപ്പോൾ അവർ പറയും ഇടത്ത് കൈ, അത് ഇടത്ത് കൈ ആണല്ലോ, പണ്ട് തൊട്ട് അങ്ങനെ ആണല്ലോ, സ്ത്രീകൾക്കല്ലെങ്കിലും ഇടത്ത് കൈ ആണല്ലോ, കാര്യം അറിയത്തില്ല. അവസാനം ഞാനത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഇടത്ത് കൈ, പുരുഷന്മാർക്ക് എന്തുകൊണ്ട് വലത്ത് കൈ നോക്കുന്നു? സ്ത്രീകൾ ഇടത്ത് കൈ എന്ന് പറഞ്ഞാൽ സഹജമായ ഗുണങ്ങളാണ്, സഹജമായ വാസനയാണ് ഇടത്ത് കൈ കൊണ്ട് ചിന്തിക്കുന്നത്. വലത് കൈ എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് വലത് കൈ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കഴിവാണ്. ഇടത് കൈ നമ്മുടെ സഹജമായ ഗുണങ്ങളെയാണ് ഇടത് കൈ കാണിക്കുന്നത്. ഇടത് കൈയിലെ രേഖയുടെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ സ്ത്രീകളുടെ സഹജമായ ഗുണം എന്താണെന്നറിയോ? സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന എന്തത്തിനാണെന്നറിയോ? സുരക്ഷിതത്വം, സേഫ്റ്റി, ഇതിനൊക്കെയാണ്. റെസ്പോൺസിബിലിറ്റി, ഇതിനൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ അപ്പോൾ അത് ഇടത് കൈയിലാണ്. ആ സേഫ്റ്റി, ആ കെയറിങ്, അതിനൊക്കെ കൂടുതൽ ഇടത് കൈയിലാണ് അതിൻ്റെ ഒരു സാധ്യതകൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടത് കൈക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ ഇടത് കൈ നോക്കുന്നത്. പുരുഷൻ എപ്പോഴും ചെയ്യുന്നത് എന്നാണെന്നറിയോ? അവന് സഹജമായ വാസനകൾക്ക് ഉപരി അവൻ കൂടുതൽ കാര്യങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ക്രിയേറ്റിവിറ്റിക്ക് പുതിയതായിട്ട് പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനാണ് അവന്. സുരക്ഷിതത്വ ബോധം സ്ത്രീയുടെ അത്രയൊന്നും അതിലൊന്നും വലിയ ശ്രദ്ധയില്ല. അവൻ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് വലത് കൈ. അപ്പോൾ എൻ്റെ ഒരു നിഗമനം ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാം, തള്ളിക്കളാം. ഞാൻ പണ്ട് വീഡിയോ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും കറക്റ്റായിട്ട് അതിൻ്റെ കാരണം മനസ്സിലാക്കുമ്പോഴത് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ അന്നം പാകം ചെയ്യുന്നത് അടുക്കളയിലാണ്. അതുകൊണ്ടാണ് അടുക്കള ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടമാണ്. ആ അടുക്കളയിലുള്ള ഓരോ കാര്യവും നമ്മുടെ ഐശ്വര്യത്തെ, ധനസ്ഥിതിയും ഒക്കെ ബാധിക്കും. ഐശ്വര്യം എന്ന് വെച്ചാൽ നമ്മുടെ ധനസ്ഥിതിയാണ്. പട്ടിണി കിടക്കുന്നവൻ ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അർത്ഥം വല്ലതും ഉണ്ടോ? അപ്പോൾ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ധനസ്ഥിതി, വീട്ടിലെ സന്തോഷം, സമാധാനം, ധനം എല്ലാം ചേരുന്നതാണ്. ഇത് അടുക്കളയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ അടുക്കളയിൽ മാറാല, ചുക്കിലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തൂത്ത് വൃത്തിയാക്കണം. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഒരു ഡിസോർഡറായിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മനസ്സിൽ മോശമായൊരു ഫീലിങ്സ് ഉണ്ടാക്കും. പിന്നെ കാരണം നമ്മളാണ് ഇതെപ്പോഴും കാണുന്നത്. അതുകൊണ്ട് മാറാലയല്ല, ചുക്കിലിയല്ല അടിച്ചു മാറ്റണം. അല്ലാതെ ചുക്കിലി ദോഷം കൊണ്ടുവരുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് നമ്മളാണ് കാണുന്നത്. നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ആ വൃത്തികേടായിട്ട് കിടക്കുന്ന അടുക്കള കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു മോശമായ ഒരു ഫീലിങ്സ് ഉണ്ടാകും. ആ ഫീലിങ്സ് നമ്മുടെ തന്നെ ഐശ്വര്യത്തെ ബാധിക്കും. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ അടുക്കളയിൽ കഴിവതും നമ്മൾ ഈ വെള്ളം, ഈ നനവ് കഴിവതും ഒഴിവാക്കുക. എപ്പോഴും തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിടണം. നനവ് കഴിവതും കാണരുത്. അത് നല്ലതാണ്. കാരണം എപ്പോഴും അടുക്കള എങ്ങനെ നനഞ്ഞ് കിടന്നാൽ തന്നെ നമ്മുടെ മനസ്സിലൊരു ബാഡ് ഫീലിങ്സ് ഉണ്ടാവും. അത് തന്നെ നമ്മളെ തന്നെ ബാധിക്കും. നമ്മുടെ പ്രവൃത്തിയെ ബാധിക്കും, നമ്മുടെ ചിന്തയെ ബാധിക്കും, നമ്മുടെ ഐശ്വര്യത്തെ ബാധിക്കും. അതുകൊണ്ട് നനവ് എപ്പോഴും നല്ല തൂത്ത് വൃത്തിയാക്കിയിടണം. നനവ് അധികം കാണാതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ശ്രദ്ധിക്കണം. പിന്നെ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഓം നമോ നാരായണായ ജപിക്കും. നല്ലതാണ്. പാചകം ചെയ്യുമ്പോൾ പാചകത്തിൽ ശ്രദ്ധിക്കുകയും വേണം. അതോടൊപ്പം നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ മനസ്സിൽ ഒരിടയ്ക്ക് ഓം നമോ നാരായണായ ഇടയ്ക്കിടയ്ക്ക് ജപിക്കുക. നല്ലതാണ്. കാരണം ഈ ഭക്ഷണം കഴിക്കുന്നവർക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നിടത്താണെങ്കിലും മനസ്സിൽ ഓം നമോ നാരായണ ഒരു തവണയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ജപിച്ചുകൊണ്ട് വിളമ്പി കൊടുക്കുക. ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്, ഓം നമോ നാരായണായ. അങ്ങനെയുള്ള വീടുകളിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് വീട്ടമ്മമാർ ഒന്ന് ഉള്ളംകൈയിൽ അല്പം വെള്ളം തൊട്ട് കൂട്ടി തിരുമിയിട്ട് ദേ ഇങ്ങനെ ഒന്ന് മുഖത്ത് വെക്കുക. മുഖത്ത് ചേർത്ത് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് എൻ്റെ കൃഷ്ണ എന്നിടയ്ക്ക് വിളിക്കുക. ഇതൊരു രഹസ്യവിദ്യയാണ്. ഈ ഉള്ളംകൈ നമ്മുടെ ഈ വായുടെ അവിടെ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ആഗ്രഹങ്ങൾ സാധിക്കുമെന്നുള്ളത് ശരനൂലിലെ ഒരു രഹസ്യമാണ്. ലക്ഷങ്ങൾ കൊടുത്താൽ ആരും പറഞ്ഞു തരത്തില്ല.
അപ്പോൾ നമ്മളിന്ന് വെള്ളം തൊട്ട് കൂട്ടി തിരുമിയിട്ട് നമ്മുടെ രണ്ട് ഉള്ളം കൈയും ജസ്റ്റ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ വായുടെ ഇവിടെ ഉള്ളം കൈ ടച്ചാകും. പ്രസ് ചെയ്യുക. എന്നിട്ട് എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുക. ഒരു തവണ ചെയ്യുക. ഇത് രാവിലെ ഒരു തവണ ചെയ്താൽ മതി. അതുകൂടെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇടയ്ക്ക് ഗുരുചരണം ശരണം ജപിക്കുന്നത് നല്ലതാണ്. ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ ഇത് ഇടയ്ക്കിടയ്ക്ക് ജപിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ആദ്യം ശ്വാസവിദ്യ ചെയ്യണം. പിന്നെ നിങ്ങൾ കൃഷ്ണൻ്റെ ആ വിദ്യ ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദുർഗേ ദുർഗേ ഗുരുചരണം ശരണം എന്ന് ജപിക്കുക. ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ എന്ന് ജപിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ ജോലി ശ്രദ്ധിക്കുകയും വേണം. അടുക്കളയിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ജപിക്കാം. എന്ന് വെച്ചാൽ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കാനല്ല ഞാൻ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ജപിക്കുക. അത് വലിയ ഗുരുചരണം ശരണം എന്ന് പറയുമ്പോൾ ഈശ്വരനെ ഗുരുവായിട്ട് സങ്കല്പിച്ചാൽ മതി. എന്നിട്ട് ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ എന്ന് പറയണം. ഓം ചേർക്കണ്ട. ഓം ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ എന്നല്ല, ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ എന്ന് പറയണം. അപ്പോൾ എല്ലാം വലിയ ഒരു 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 എല്ലാ പ്രവർത്തികളിലും ഒരു ഐശ്വര്യങ്ങൾ കടന്നു വരും. ഇതൊക്കെ വീട്ടമ്മമാർക്ക് ഈ അടുക്കളയിൽ നിന്ന് ചെയ്യാവുന്ന കാര്യം. ഇതൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാം എൻ്റെ ഗുണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ അറിയുന്നതിലോ ചെയ്യുന്നതിലോ ഒരു കാര്യമില്ല. വെറുതെ സമയം കളയുന്നുള്ളൂ. അറിയേണ്ട കാര്യങ്ങൾ അറിയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വീഡിയോ ഷെയർ ചെയ്യേണ്ടത്. അറിയേണ്ടവർ അറിഞ്ഞാൽ മതി. ആവശ്യമുള്ളവർ കണ്ടുപിടിച്ചോളൂ. ചെയ്യുന്നവർക്ക് അതിന് ഗുണമുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളായി പറയുന്ന മുഴുവൻ. അപ്പോൾ അത് ഇനിയും വേറൊരു കാര്യം കൂടെ പറയാം. രാവിലെ 6 മണി മുതൽ 9 മണി വരെ ധനലക്ഷ്മി യാമമാണ്. ഈ സമയത്ത് ഒരു 6-നും 6:30-ക്കും ഇടയ്ക്ക് നിങ്ങൾ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച്, വലതുമൂക്ക് അടച്ചു പിടിക്കേണ്ട, 2 മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഇടതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട്, ഇടതുമൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ആയും ക്ലീം സൗം ഹ്രീം ക്ലീം നമ എന്ന് ജപിക്കുക 3 തവണ. ശ്രദ്ധിച്ചു കേൾക്കണം. ആയും ക്ലീം സൗം ഹ്രീം ക്ലീം നമ. ഒന്നുകൂടെ പറയാം. ഞാൻ പറഞ്ഞതിൽ ഇടയ്ക്ക് ചിലപ്പോൾ പറയുമ്പോൾ തെറ്റ് പറ്റും. അതുകൊണ്ട് ഒന്നുകൂടെ പറയുവാണ്. ഇനിയും പറയുന്നത് കേട്ടാൽ മതി. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഒന്നുകൂടെ പറയാം. ഓം ചേർക്കണ്ട. ഓം ചേർക്കാതെ തന്നെ ആയും ശ്രീം, ഒന്നുകൂടെ പറയാം. ആയും ശ്രീം ഹ്രീം ക്ലീം നമ. ഇതിൻ്റെ അകത്ത് ഹ്രീം എന്നുള്ള കാ ജപിക്കരുത്. ഒന്നുകൂടെ പറയാം. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന മന്ത്രത്തിൽ ഓം ഇല്ലാതെ ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് ജപിക്കുക. മനസ്സുകൊണ്ട് ജപിക്കുക 3 തവണ. ശ്വാസം എടുക്കാൻ പിടിയൊക്കെ ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇടതുമുഖിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ജപിക്കുക. എന്നിട്ട് അമ്മേ മഹാലക്ഷ്മിയും എല്ലാവരും എനിക്ക് വശമായിരിക്കണേ, എപ്പോഴും അമ്മ എനിക്ക് വശമായി നിൽക്കണേ, സഹായിക്കണേ എന്ന് മാത്രം മനസ്സിൽ പറയുക. 6-നും 6:30-ക്കും ഇടയ്ക്ക് എപ്പം വേണമെങ്കിലും ചെയ്യുക. ഒരു തവണ ചെയ്താൽ മതി. 3 തവണ മനസ്സിൽ പറഞ്ഞ് ഒരു തവണ ചെയ്താൽ മതി. ഇതുകൂടെ ചെയ്തോളുക. ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കണ്ട. ഷെയർ ചെയ്യുകയും വേണ്ട. ആവശ്യമുള്ളവർ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ ചെയ്യുക. അതാ ഞാൻ പറഞ്ഞ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണാൻ ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ചെയ്യുന്നവരുടെ ഒക്കെ ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങളുണ്ട്. രാവിലെ ചെയ്യുക. അങ്ങനെ രാവിലെ ഒരു തവണ അത് ചെയ്താൽ മതി. ആ സമയത്ത് ഇതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. അല്ല ചുമ്മാ അതും ഇതും കുറേ കേട്ടു, കുറേ കാര്യങ്ങൾ കേട്ടു, എന്തോ കാര്യം? ഒരു കാര്യമില്ല. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.